എന്നാൽ പോലീസ് ഹെഡ് CCTVയിലൂടെ റിപ്ലിയെ കാണുന്നു. പോലീസ് ഹെഡ് പലതവണ റിപ്ലിയെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ പണത്തിന്റെ സ്വാധീനം കൊണ്ട് അയാൾ സുഖമായി മോചിതനായി. എന്തിനായിരിക്കും റിപ്ലി അവിടെ വന്നതെന്ന് പോലീസുകാർ ചിന്തിക്കുന്നു. റഷ്യക്കാരിൽ നിന്ന് ഗബ്രിയേൽ കവർന്നത് ഒരു സാധാരണ വസ്തുവല്ലായിരുന്നു. അത് വിലപിടിപ്പുള്ള ഡയമണ്ട്സ് ആയിരുന്നു. അത് വിൽക്കാനായി ഒരു വ്യാപാരിയുടെ അടുത്തേക്ക് ഗബ്രിയേൽ എത്തുന്നു. എന്നാൽ അവിടെ കയ്യിലൊരു ഗണ്ണുമായി റിപ്ലി ഗബ്രിയേലിനെ കാത്തിരിപ്പുണ്ടായിരുന്നു. തനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തു തരണമെന്ന് റിപ്ലി ഗബ്രിയേലിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ അയാൾ അത് വിസമ്മതിച്ച് ഡയമണ്ട്സ് വിറ്റിട്ട് അവിടെ നിന്ന് മടങ്ങാനൊരുങ്ങുന്നു. പുറത്തേക്കിറങ്ങിയ അവരുടെ അടുത്തേക്ക് കാറിൽ 2-3 ആൾക്കാരെത്തുന്നു. ശേഷം ഇരുവരെയും ഗൺ പോയിന്റിൽ നിർത്തിയിട്ട് റിപ്ലിയോട് നിക്കിന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പൈസ ചോദിക്കുന്നു അവർ. എന്നാൽ ഗബ്രിയേലിനെ ചൂണ്ടിക്കാട്ടി പണം അയാളുടെ കയ്യിലുണ്ടെന്ന് റിപ്ലി പറയുന്നു. ഗബ്രിയേലിന്റെ കയ്യിലെ ഡയമണ്ട്സ് വിറ്റ കാശുമായി അവർ മടങ്ങിപ്പോകുന്നു. താൻ കഷ്ടപ്പെട്ട പൈസ എന്തിനാണ് അവർക്ക് കൊടുത്തതെന്ന് ചോദിച്ച് ഗബ്രിയേൽ ദേഷ്യപ്പെടുന്നു. ഉടൻ തന്നെ റിപ്ലി അയാളുടെ കോട്ടിൽ നിന്ന് ഒരു കവർ എടുത്ത് ഗബ്രിക്ക് കൈമാറുന്നു. അതിൽ റിപ്ലിയുടെ പണമായിരുന്നു. ഗബ്രിയേലിന്റെ തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റമുണ്ടായാൽ തന്നെ തേടി വരണമെന്ന് റിപ്ലി പറയുന്നു. വീട്ടിലെത്തിയ ശേഷം ഗബ്രിയേൽ ആ കവർ തുറന്നു നോക്കുന്നു. അതിൽ കെട്ടുകണക്കിന് പണമായിരുന്നു. അതുമാത്രമല്ല, കവറിന്റെ മുകളിൽ റിപ്ലിയെ എവിടെ ചെന്നാൽ കാണാൻ സാധിക്കുമെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായാലും റിപ്ലിയെ കണ്ടുകളയാമെന്ന് ഗബ്രിയേൽ തീരുമാനിക്കുന്നു.